ഞാൻ പറഞ്ഞു. അതെ, എന്റെ ഉള്ളിൽ സങ്കടവും നിരാശയും നിറഞ്ഞ ഒരു നിമിഷത്തിൽ ഞാൻ അത് പറഞ്ഞു. അവന്റെ കൈകളിൽ ആണിയുടെ പാടുകൾ കാണുകയും എന്റെ വിരൽ വയ്ക്കുകയും അവന്റെ വിലാപ്പുറത്ത് എന്റെ കൈ വയ്ക്കുകയും ചെയ്തില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ സംശയം എന്ന് വിളിക്കൂ. അതിനെ ബലഹീനത എന്ന് വിളിക്കൂ. പക്ഷേ അവർ അവനെ ആ കല്ലറയിൽ കിടത്തിയ ദിവസം എന്റെ ഹൃദയം തകർന്നിരുന്നു. ഞാൻ എല്ലാറ്റിനോടും കൂടെ യേശുവിനെ അനുഗമിച്ചിരുന്നു. ഞാൻ എല്ലാം ഉപേക്ഷിച്ചു. പിന്നെ അവൻ മരിച്ചു. അതുപോലെ മറ്റുള്ളവരെ സുഖപ്പെടുത്തിയവൻ സ്വയം രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം നിങ്ങൾ എങ്ങനെ വീണ്ടും വിശ്വസിക്കും? മറ്റുള്ളവർ അവനെ ജീവനോടെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ എന്നിലെ എന്തോ ഒന്ന് നിരസിച്ചു. ഞാൻ സംശയിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ടല്ല, മറിച്ച് എനിക്ക് പ്രത്യാശിക്കാനും വീണ്ടും തെറ്റാകാനും കഴിയാത്തതിനാൽ. എനിക്ക് ഉറച്ച എന്തെങ്കിലും ആവശ്യമായിരുന്നു. അവർ പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ സ്പർശിക്കേണ്ടതുണ്ട്. പിന്നെ അവൻ വന്നു. അവൻ എന്നെ ശകാരിച്ചില്ല. അവൻ എന്നെ ലജ്ജിപ്പിച്ചില്ല. അവൻ അവിടെ നിന്നു. മുറിവുകൾ വിടർന്നു. അവന്റെ കണ്ണുകളിൽ സ്നേഹം തിളങ്ങുന്നു. നിങ്ങളുടെ വിരൽ ഇവിടെ വയ്ക്കുക, അവൻ പറഞ്ഞു. നിങ്ങളുടെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്ത് വയ്ക്കുക. എനിക്ക് അവനെ തൊടേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ മുട്ടുകുത്തി വീണു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ ഭയത്തിലും സംശയത്തിലും നിരാശയിലും അവൻ എന്നെ നേരിട്ട് കണ്ടുമുട്ടി. ആ നിമിഷത്തിൽ എനിക്കറിയാമായിരുന്നു, അവന്റെ സ്നേഹം എന്റെ ചോദ്യങ്ങളെക്കാൾ വലുതായിരുന്നു. അവന്റെ കൃപ എന്റെ അവിശ്വാസത്തെക്കാൾ ആഴമേറിയതായിരുന്നു. ആ നിമിഷം ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ സംശയിച്ചു, പക്ഷേ അവൻ ഇപ്പോഴും എന്നെ തേടി വന്നു.